ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭത്തിനു വേണ്ടി മാത്രമാണെന്നും ആ പണം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻകാരെ കൊല്ലുന്നതെന്നും ട്രംപിന്റെ മുഖ്യ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എക്സിൽ നവാരോ തൊടുത്ത ഈ പ്രസ്താവനയ്ക്ക് താഴെ വാദം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള പുതിയ ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടതോടെ അദ്ദേഹം വെട്ടിലായിരിക്കുകയാണ്. ഉടൻ അദ്ദേഹത്തിന്റെ വിമർശനം എക്സിന്റെ ഉടമ ഇലോൺ മസ്കിന് നേരെയായി. US പ്രസിഡന്റ് ട്രംപിനെ പോലെ രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടി മുന്നോട്ടു പോകാനുള്ള കഴിവുകൾ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവിനും കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ സാഹചര്യത്തെക്കുറിച്ച് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യക്ക് അനുകൂലമായ പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്സിന്റെ ഈ മാലിന്യ ഫീച്ചറെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ലെന്നും നവാരോ വീണ്ടും ട്വീറ്റ് ചെയ്തു. ഇന്ത്യ ഈടാക്കുന്ന ഉയർന്ന തീരുവ US-ൽ തൊഴിലവസരങ്ങളെ ബാധിക്കുകയാണെന്നും റഷ്യൻ എണ്ണ ലാഭത്തിനു വേണ്ടി വാങ്ങുന്ന ഇന്ത്യ റഷ്യയുടെ യുദ്ധ മെഷീനിന് ഇന്ധനം പകരുകയാണെന്നുമായിരുന്നു നവാരോയുടെ ആദ്യ ട്വീറ്റ്. ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ കടുത്ത തീരുവയെ വിശകലനം ചെയ്ത് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ഇടതനുകൂല അമേരിക്കൻ വ്യാജ വാർത്ത എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഈ ട്വീറ്റ്. യുദ്ധത്തിൽ യുക്രൈൻകാരും റഷ്യക്കാരും മരിക്കുകയാണ്. US നികുതിദായകർ പ്രതിസന്ധിയിലാണെന്നും സത്യത്തെ വളച്ചൊടിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലെന്നും നവാരോ എഴുതി. ഇതിനു താഴെയാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന എക്സ് ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ്. ഇന്ത്യ ഉപരോധങ്ങൾ ലംഘിച്ചിട്ടുമില്ല. ഇന്ത്യക്ക് തീരുവയുണ്ടെങ്കിലും സേവന കയറ്റുമതിയിൽ ഇന്ത്യക്കെതിരെ US-നാണ് വ്യാപാര സർപ്ലസ് ഉള്ളത്. US ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ഇരട്ടത്താപ്പാണ്. ചില വാക്കുകൾ ഇങ്ങനെയാണ്. നവാരോയുടെ വാദങ്ങളെല്ലാം ഇരട്ടത്താപ്പാണ്. ഇന്ത്യ രാജ്യാന്തര ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ല. റഷ്യൻ എണ്ണ ഇറക്കുമതി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ്. ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന US ഇപ്പോഴും യുറേനിയം ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇരട്ടത്താപ്പ്. ട്വീറ്റുകൾക്ക് താഴെ അവ വാസ്തവമാണോ എന്നത് വിശദീകരിക്കുന്ന ഫീച്ചറാണിത്. എക്സിലെ യൂസർമാർക്ക് ട്വീറ്റിൽ പറഞ്ഞത് വാസ്തവമോ വ്യാജമോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. തന്റെ ട്വീറ്റിന് താഴെയും ഇത് പ്രത്യക്ഷപ്പെട്ടാണ് നവാരോയെ ചൊടിപ്പിച്ചത്. മറ്റുള്ളവരുടെ ട്വീറ്റിന് താഴെ പ്രൊപ്പഗന്ധകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇലോൺ മസ്കിന്റെ ഫീച്ചറെന്ന് നവാരോ ആരോപിച്ചു. അതെല്ലാം വെറും മാലിന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, നവാരോയുടെ അവകാശവാദങ്ങളെ കപടത എന്നാണ് കമ്മ്യൂണിറ്റി കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. ഊർജ്ജ സുരക്ഷയ്ക്കായി ഇന്ത്യ റഷ്യൻ എണ്ണ നിയമപരമായും പരമാധികാരത്തോടെയും വാങ്ങുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമല്ല. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തന്നെ യുറേനിയം പോലുള്ള കോടിക്കണക്കിന് റഷ്യൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്ക തുടരുന്നു. ഇത് വ്യക്തമായ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുന്നുവെന്നും അതിൽ പറയുന്നു. തെറ്റിദ്ധരിപ്പിക്കാവുന്ന പോസ്റ്റുകളിലേക്ക് സഹകരിച്ച് സന്ദർഭം ചേർക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആളുകളെ ശാക്തീകരിക്കുന്നതിലൂടെ മികച്ച വിവരമുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി കുറിപ്പുകളുടെ ലക്ഷ്യമെന്നും എക്സിന്റെ അഭിപ്രായത്തിൽ സംഭാവകർക്ക് ഏത് പോസ്റ്റിലും കുറിപ്പുകൾ ഇടാം. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള മതിയായ സംഭാവകർ ആ കുറിപ്പ് സഹായകരമാണെന്ന് വിലയിരുത്തിയാൽ കുറിപ്പ് ഒരു പോസ്റ്റിൽ പൊതുവായി കാണിക്കുമെന്നും അതിൽ പറയുന്നുണ്ട്. റഷ്യൻ അസംസ്കൃത എണ്ണ സംഭരണവുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ നവാരോ നടത്തിയ ആക്രമണം കൃത്യതയില്ലാതെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും ഇന്ത്യ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ക്രെംലിനിലുള്ള എണ്ണ പണമിടപാടുകാരൻ ആണെന്ന് ശ്രീ നവാരോ ആരോപിച്ചു. റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് തുടരുന്നതിനെ തന്ത്രപരമായ സ്വതന്ത്ര ഇടപാട് എന്ന് വിശേഷിപ്പിച്ചു. അതേസമയം സെൻസിറ്റീവ് സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറാനും ഇന്ത്യയിൽ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കാനും അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം വഷളായി. ഇതിൽ ഇന്ത്യ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന് 25% അധിക തീരുവയും ഉൾപ്പെടുന്നു. US-ന്റെ നടപടിയെ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും ഇന്ത്യ വിശേഷിപ്പിച്ചു. എന്തുകൊണ്ടാണ് ശിക്ഷാ നടപടിക്ക് തങ്ങളെ ഒറ്റപ്പെടുത്തിയതെന്ന് പോലും ഇന്ത്യ ചിന്തിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, റഷ്യയിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കെതിരെ US ഒരു ശിക്ഷാ നടപടിയും ഏർപ്പെടുത്തിയിട്ടില്ല. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ദേശീയ താൽപര്യവും വിപണിയിലെ ചലനാത്മകതയും അനുസരിച്ചാണ് തങ്ങളുടെ സംഭരണം നയിക്കുന്നതെന്ന് ഇന്ത്യ വാദിച്ചു. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മോസ്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും വിതരണം ഒഴിവാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ റഷ്യൻ കീഴിൽ വാങ്ങുന്നതിലേക്ക് തിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.